വേൾഡ് കപ്പിന് മുന്നോടിയായി ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന സന്നാഹ മത്സരത്തിൽ വെട്ടിക്കെട്ട് പൂരം തന്നെയാണ് നടന്നത്. ആദ്യം ഇന്ത്യയുടെ വക, പിന്നീട് സൗത്ത് ആഫ്രിക്കയുടെ വക. എന്നാൽ ഇന്ത്യ ഉയർത്തിയ പടുകൂറ്റൻ വിജയലക്ഷ്യം മറികടക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്കായില്ല. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസാണ് ഇന്ത്യ അടിച്ചെടുത്തത്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ഇഷാൻ കിഷനാണ്. സഞ്ജുവിന് ഇന്ന് ബാറ്റ് ചെയ്യാനേ അവസരം കിട്ടിയില്ല. ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് വേൾഡ് കപ്പിന് സഞ്ജു ഇല്ല, ഇഷാൻ തന്നെയായിരിക്കും ഓപ്പണിംഗ് എന്നത്. സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരെ തല്ലി തകർത്തുകൊണ്ടാണ് അഭിഷേകും ഇഷാനും തുടങ്ങിയത് തന്നെ. 20 പന്തിൽ 7 സിക്സിന്റെയും 2 ഫോറിന്റെയും സഹായത്തോടെ 53 റൺസ് എടുത്ത ഇഷാൻ റിട്ടയർഡ് ഔട്ട് ആകുകയായിരുന്നു. അഭിഷേക് ശർമ്മ 18 പന്തിൽ 24 റൺസോടെ റിട്ടയർഡ് ഔട്ടായി. തിലക് വർമ്മ 19 പന്തിൽ 45, സൂര്യകുമാർ യാദവ് 16 പന്തിൽ 30, അക്സർ പട്ടേൽ 23 പന്തിൽ 35, റിങ്കു സിംഗ് 13 പന്തിൽ 16, ഹർദിക് പാണ്ഡ്യ 10 പന്തിൽ 30 എന്നിങ്ങനെ വന്നവരെല്ലാം തല്ലോട് തല്ല് തന്നെയായിരുന്നു. ഹർഷിത് റാണ റണ്ണൊന്നും എടുക്കാതെ പുറത്താകാതെ നിന്നു. മറുപടി ബാറ്റിംഗിൽ ആദ്യത്തെ ഓവറിൽ തന്നെ ഓപ്പണർ ജോർജ് ലിൻഡോയെ സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടമായെങ്കിലും പിന്നീട് എയ്ഡൻ മാർക്രവും റിയാൻ റിക്കിൾട്ടനും ഒക്കെ തല്ലി തകർത്തു തന്നെ മുന്നോട്ട് പോയി. 19 പന്തിൽ 38 റൺസ് എയ്ഡൻ മാർക്രം എടുത്തപ്പോൾ റിയാൻ റിക്കിൾട്ടൺ 21 പന്തിൽ 44 റൺസ് എടുത്തു. ഡേവിഡ് മില്ലർ 10 പന്തിൽ 13 റൺസ് എടുത്തപ്പോൾ ജെയ്സൺ സ്മിത്ത് 23 പന്തിൽ 35 റൺസ് എടുത്തു. ട്രിസ്റ്റൻ സ്റ്റംസ് ആണ് അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത്. 23 പന്തിൽ അദ്ദേഹം അടിച്ചെടുത്തത് 45 റൺസാണ്. മാർക്കോ ജാൻസൺ 16 പന്തിൽ 31 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ കോർബിൻ ഘോഷ് 2 റൺസോടെ പുറത്താകാതെ നിന്നു. ഇന്ത്യക്ക് വേണ്ടി 9 പേരാണ് ഇന്ന് ബോൾ ചെയ്തത്. ഹർഷ്ദീപ് സിംഗ്, ഹർദിക് പാണ്ഡ്യ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, ശിവം ദുബെ, തിലക് വർമ്മ, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, അഭിഷേക് ശർമ്മ. അഭിഷേക് ശർമ്മ 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും ശിവം ദുബെയും ഹർഷ്ദീപ് സിംഗും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എടുക്കാൻ മാത്രമേ സൗത്ത് ആഫ്രിക്കയ്ക്കായുള്ളൂ. 30 റൺസിന്റെ വിജയമാണ് ഇതോടെ ഇന്ത്യ നേടിയത്. അങ്ങനെ വമ്പൻ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെ ഇന്ത്യക്ക് ഇനി വേൾഡ് കപ്പിൽ പങ്കെടുക്കാം.